ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ കർശന പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി ഇന്ന് ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2022 കാസർഗോഡ് ഷവർമ കഴിച്ച് ഒരു 16-കാരി മരിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഷവർമ ഇപ്പം എല്ലാ ആളുകൾക്കും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ വലിയ താല്പര്യമുള്ള സാധനമാണ് ശ്രീകാന്ത്. ആ ഷവർമ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ തന്നെ കാര്യമായ പരിശോധന, എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് അരയും തലയും മുറുക്കി ഇറങ്ങും, കുറേ ആൾക്കാരെ പിടിക്കും, ചിലത് പൂട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കെട്ടടക്കും. ഈ ജനരോഷം ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും കാര്യങ്ങൾ പഴയപടിയാവും. അതാണല്ലോ സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഗുഡ് ഈവനിങ് എസ് കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഷവർമ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ തന്നെ വലിയ തോതിൽ ചില വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറുവ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്യാം ഈ കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ഇത്തരം നിരവധിയായ വാർത്തകൾ നമ്മുടെ ചുറ്റുമുള്ള ഹോട്ടലുകളിൽ നടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഇന്ന് ഈ കോടതിയിലെ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ കർശന പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഭക്ഷണശാലകൾ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഈ ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ മയോണൈസ് പോലെയുള്ള വസ്തുക്കൾ അത് പഴക്കമുള്ളതാണോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്ന് ശ്രദ്ധിക്കണം എന്നാണ് കോടതി പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദ് ചെയ്തേക്കണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഫൈൻ അടച്ച് വീണ്ടും തുറക്കാൻ ഇടവരുത്തരുത്, ആ ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്യണം. ഇതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ഭക്ഷണശാലകൾക്കെതിരെ മുഖം നോക്കാത്ത കർശന നടപടി വേണം. ഇതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. 2022 കാസർഗോഡ് ഷവർമ കഴിച്ച് 16 വയസ്സുകാരി മരിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി വന്നത്. ദാരുണമായ സംഭവമായിരുന്നു അന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. കേസിലെ നഷ്ടപരിഹാര തുക അത് ഉടൻ തീർപ്പാക്കി അവർക്ക് കൈമാറാനും ഹൈക്കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷവർമയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുകളിൽ കോടതിയുടെ അടക്കം നിരീക്ഷണമുണ്ട്. കടുത്ത നടപടി കോടതി സ്വീകരിക്കും. അതിനാൽ വൃത്തിഹീനമായ സാഹചര്യം ഒഴിവാക്കി നല്ല ഭക്ഷണം വൃത്തിയായി നൽകുക. താങ്ക് യു ശ്രീകാന്ത്. ഷവർമ ഉണ്ടാക്കുന്ന കടക്കാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണവും പരിശോധനയും ഒക്കെ കാര്യമായി നടന്നു എന്ന് വരും.